നമസ്കാരം. പ്രധാന വാർത്തകൾ. വേടിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. പരാതിയിൽ അന്വേഷണം നടത്താൻ തൃക്കാക്കര എസ്.പിക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകി. നദ്വി പണ്ഡിതവേഷം ധരിച്ച നാറി. CPM നേതാവിനെ മഹലിൽ നിന്നും പുറത്താക്കി സമസ്ത EK വിഭാഗം നേതാവ് ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ പരാമർശം നടത്തിയ CPM നേതാവിനെ മഹലിൽ നിന്നും പുറത്താക്കി സമസ്ത. നദ്വിയെ തെറിവിളിച്ച കോഴിക്കോട് മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹക്കീൽ അഹമ്മദിനെയാണ് പുറത്താക്കിയത്. നദ്വിയെ പണ്ഡിതവേഷം ധരിച്ച നാറി എന്ന് വിശേഷിപ്പിച്ചതിനാണ് നടപടി. 13 അംഗ കമ്മിറ്റിയിൽ നിന്നാണ് ഹക്കീലിനെ പുറത്താക്കിയത്. കൊല്ലത്ത് ആരാധനാ മഠത്തിൽ കന്യാസ്ത്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം നഗരത്തിലുള്ള ആരാധനാ മഠത്തിലാണ് സംഭവം. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. തമിഴ്നാട് മധുര സ്വദേശിനി മേരി സ്കോളാസ്റ്റിക്കയാണ് ജീവനൊടുക്കിയത്. 33 വയസ്സായിരുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് കന്യാസ്ത്രീയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് മഠത്തിലുണ്ടായിരുന്നവർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മേരി സ്കോളാസ്റ്റിക്കയെ രക്ഷിക്കാനായില്ല. ഡിവൈഎസ്പിക്കെതിരെ വനിതാ SIയുടെ പരാതി. മലപ്പുറം മുൻ DCRB ആയിരുന്ന ഡിവൈഎസ്പി V ജയചന്ദ്രനെതിരെയാണ് വനിതാ SI മലപ്പുറം പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ച് സംസാരിച്ചതാണ് വനിതാ SIയുടെ പരാതി. SIക്കെതിരായ പരാതിയിൽ അന്വേഷണത്തിനിടെ മൊഴിയെടുക്കുന്നതിനിടെ അപമാനിച്ച് സംസാരിച്ചതാണ് പരാതി. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നുവെന്ന് മലപ്പുറം പോലീസ് അറിയിച്ചു. സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിൽ സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. ഈ ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിക്കൂറായിരിക്കും അടിയന്തര പ്രമേയത്തിനുമേൽ ചർച്ച നടക്കുകയെന്ന് സ്പീക്കർ അറിയിച്ചു. ദൃശ്യമാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണെന്നും അതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിക്കുകയായിരുന്നു.